ഹായ്, റോസിലയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എന്നാണ്ട് വിശേഷം? എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നോ? നമ്മൾ കുറച്ച് ദിവസമായില്ലേ കണ്ടിട്ട്. എനിക്ക് തീരെ വയ്യായിരുന്നു. മൊബൈലിന് ചെറിയൊരു കംപ്ലൈൻറ്റ് വന്നു. പിന്നെ എനിക്ക് കംപ്ലൈൻറ്റ് ഉണ്ടല്ലോ, അങ്ങനെയാണ് പണി മുടക്കിയത്. ഇപ്പോൾ ഞാനും ഓക്കെ ആയി, എൻ്റെ മൊബൈലും ഓക്കെ ആയി. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? മഴയുണ്ടോ? ഇവിടെ വൈകിട്ട് തുടങ്ങും ഇടിച്ചു കുത്തി പെയ്ത് വരാനായിട്ട്. എന്നിട്ട് രാവിലെ വരെ ഇങ്ങനെ മഴ ഇങ്ങനെ ചാറി നിൽക്കും. എന്തെങ്കിലും ആവട്ടെ അല്ലേ. എൻ്റെ ചെടികളൊക്കെ കുറച്ച് ക്ഷീണത്തിലാണ്. കാരണം കൊഞ്ചിക്കാൻ അവരുടെ അമ്മ ചെന്നില്ലല്ലോ. ഞാൻ നിങ്ങളോട് എപ്പോഴും പറയാറില്ലേ, നമ്മളുടെ വളങ്ങൾ കൊടുക്കുന്നതിലും വാട്ടറിങ് കൊടുക്കുന്നതിലും ഒന്നുമല്ല കാര്യമൊന്നും, നമ്മുടെ സാമീപ്യം. നമ്മളെപ്പോഴും അവരോടൊന്ന് സംസാരിക്കുക, അവരുടെ അടുത്ത് ചെല്ലുക, അവരെ കൊഞ്ചിക്കുക, ലാളിക്കുക. നമുക്ക് സന്തോഷം, അവർക്കും സന്തോഷം. അല്ലെങ്കിൽ അവർ ഇത് കണ്ട സങ്കടത്തിലാവും. എൻ്റെ ചെടികൾ നോക്കി എത്ര നന്നായി നിന്നിരുന്നതാണ്. ഞാൻ 2 ദിവസമോ 3 ദിവസമോ അവരുടെ അടുത്ത് ചെല്ലാതിരുന്നിട്ട് അമ്മേ അവർക്ക് സങ്കടം. ഇത് കണ്ടില്ലേ നിങ്ങൾ? ഇവിടെ കണ്ട, ഇത് നമ്മുടെ ഐസ് ലവ് റോസ് സൂപ്പറാട്ടാ. ഇവളിങ്ങനെ ഒരു ക്ലൈംബർ റോസാണേ. അവളിങ്ങനെ വന്നിട്ട് ലാസ്റ്റിൽ ഇങ്ങനെ തളിർപ്പ് വന്നിട്ട് ലാസ്റ്റ് എൻഡിൽ ഇങ്ങനെ ബൊക്ക പോലെ ഫ്ലവർ വരും. ഇതൊന്നും അല്ല അവളുടെ ഫ്ലവർ. ഇനിയിപ്പോൾ വെയിലൊക്കെ വന്നു കഴിയുമ്പോൾ നല്ല സൂപ്പറായിട്ട് വരും, പാവം കുഞ്ഞ്. പക്ഷേ എല്ലാവരും വിളക്കത്തില്ല. ലീഫുകളൊക്കെ കണ്ട എല്ലാവരുടെ ചീത്തയായിട്ടുണ്ട്. ഇനി ക്ലീൻ ചെയ്ത് ഇവർക്ക് മഞ്ഞൾപ്പൊടി സ്പ്രേ ചെയ്യണം. ഇവിടെ കണ്ട, ഇവിടെ ഐസ് വിളി കുറച്ച് പിള്ളേരെ കയറ്റിയിട്ടുണ്ട്. ഇത് കണ്ട, ഇത് കുഴപ്പമില്ല. എൻ്റെ ഒരു കൊഞ്ചിക്കൽ കേൾക്കാത്ത കാരണം, കാണാത്ത കാരണം അവർക്കൊരു ചെറിയൊരു വിഷമം. പിന്നെ റെഡ് പിനാക്കിയോ രാജാവിനെ പോലെ തലയുയർത്തി നിന്നവളാണ്. 2 ദിവസം 3 ദിവസം എന്നെ കാണാതായിട്ട് അവളും വിഷമത്തില. ഇതാ ഞാൻ പറയുന്നത്, നമ്മൾ എത്ര രൂപയുടെ വളങ്ങൾ കൊടുത്താലും നമ്മളുടെ കൊഞ്ചിക്കലും നമ്മളുടെ സ്നേഹങ്ങളും ഒന്നും അതുങ്ങൾക്ക് കിട്ടിയില്ല എങ്കിൽ അതുങ്ങൾ ഭയങ്കര സങ്കടത്തിലാവും, ഇനി ക്ഷീണത്തിലാവും. ഞാൻ അങ്ങനെയായിട്ടാണ് മനസ്സിലാക്കിയേക്കണത്. പിന്നെ എൻ്റെ കുറച്ച് ഓർക്കിഡ് കുഞ്ഞുങ്ങളുണ്ട്. അടുത്ത വീഡിയോ ഓർക്കിഡ് കുഞ്ഞുങ്ങളുടെ വിശേഷവുമായിട്ട് വരാം കേട്ടോ. കുറേ വിശേഷം പറയാനുണ്ട്. കുറേ പണിയാരൊക്കെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട് ഓർക്കിഡ് കുഞ്ഞുങ്ങളെ. അതൊക്കെ നിങ്ങളെ കാണിച്ചു തരാൻ കേട്ടോ. നിങ്ങളോട് പറയാത്ത എന്ത് വിശേഷവും എനിക്കുള്ളത്. നിങ്ങളോട് സംസാരിക്കാൻ പറ്റാതെ ആയിട്ട് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ആരുടെയും വീഡിയോ കാണാൻ പറ്റിയിട്ടില്ല. എല്ലാവരുടെയും വീഡിയോ ഒക്കെ കാണാൻ കേട്ടോ, ഉറപ്പ്. പിന്നെ നിങ്ങളുടെ വിശേഷമൊക്കെ പറയാം. മഴയൊക്കെ ഉണ്ടോ? എല്ലായിടത്തും ഉണ്ടാവുമല്ലേ, മിക്ക സ്ഥലത്തും ഉണ്ടാവും. ഇവിടെ കണ്ടിട്ടില്ലേ, ഇവളൊരു വിങ്കക്കുഞ്ഞ് കണ്ടോ? ഇത് വീഡിയോയിലാണ് കേട്ടോ, അത്ര ക്ലാരിറ്റി ഇല്ലാത്ത നല്ല സൂപ്പർ സുന്ദരിയാണ്. ഇതിന് പെട്ടെന്ന് തന്നെ വിത്ത് വരുന്നുണ്ട്. ഇത് കണ്ട, ചെടികളെല്ലാം മഴയും കാറ്റും ഒക്കെ അല്ലേ, തലയും കുത്തി കിടക്കുക എല്ലാവരും. പിന്നെ ഞാനും വന്നില്ലല്ലോ, മഴയും കാറ്റും ഒക്കെ ആണെങ്കിലും ഞാൻ എപ്പോഴും ഇവരുടെ കൂടെ ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്നെ കാണാനായപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് സങ്കടമായി. അതിപ്പോൾ മാറിക്കോളും. ഇപ്പോൾ ഇന്ന് 2 3 ചക്കരുമ്മയൊക്കെ കൊടുത്താൽ അവരൊക്കെ ആവും, ഞാനും ഒക്കെ അവരും ഒക്കെ. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല മക്കളെ, എന്നെപ്പോലുള്ള പ്രാന്തികൾക്ക് അറിയാൻ പറ്റും നമ്മുടെ ലോകം ഇവരാണ് എന്ന് വെച്ചാൽ നമുക്ക് നമ്മളെ സ്നേഹിക്കാൻ ആളുകളൊന്നും ഇല്ലാതില്ല കേട്ടാ. ഞാൻ പറഞ്ഞിട്ടില്ല, എപ്പോഴും എന്നെ പൊന്നുപോലെ നോക്കുന്നൊരു ചേട്ടനുണ്ട്. എനിക്കും ഉണ്ട് ഒരു ഫാമിലിയൊക്കെ. പക്ഷെ എന്നാലും എൻ്റെ ലോകം ഇവരാണ്. രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥനയും കഴിഞ്ഞ് രാവിലത്തെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം ഉണ്ടല്ലോ. പിന്നെ ഇവരുടെ കൂടെ പിന്നെ ഒന്നും ചിന്തിക്കാൻ സമയമില്ല. വേദനകളും ബുദ്ധിമുട്ടുകളും ഒന്നും ചിന്തിക്കാൻ സമയമില്ല. ഇവരുടെ കൂടെ സംസാരിച്ചിങ്ങനെ നടക്കും. അവരുടെ സങ്കടങ്ങൾ എന്നോട് പറയും, എൻ്റെ സങ്കടങ്ങളെല്ലാം അവരോട് പറയും. അങ്ങനെയായിരുന്നു ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഞാൻ തീർത്തും ഓഫായിപ്പോയി. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഞാൻ 1 ദിവസമോ 2 ദിവസമോ അത്രയും മാത്രം ഞാൻ ഓഫാകുള്ളൂ. വേദന ആയാലും എന്തായാലും അത് കഴിഞ്ഞ് ഞാൻ തന്നെ പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരും. ക്ലൈംബിംഗ് റോസ കിടക്കുന്ന കിടപ്പ് കണ്ടോ? ഞാനൊന്ന് തളർന്നപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കാൻ കാറ്റും മഴയൊക്കെ വന്നേക്കണം. ഞാൻ വിടും അവരാ. അപ്പോൾ ഇതെല്ലാം ക്ലീൻ ചെയ്തിട്ട് ഫസ്റ്റ് തന്നെ നമ്മൾക്ക് 1 2 ദിവസം ചെടികളെ നോക്കാൻ പറ്റിയില്ല എങ്കിൽ ഇതെല്ലാം ക്ലീൻ ചെയ്യുക. ഫ്ലവറും ചീത്തയായ ലീഫും സ്റ്റമ്മുകളെല്ലാം ക്ലീൻ ചെയ്തിട്ട്
കുറച്ച് മഞ്ഞൾപ്പൊടിയും വെളുത്തുള്ളി എടുക്കുക. വെളുത്തുള്ളി തോല് കളയാതെ മഞ്ഞൾപ്പൊടി, പച്ചമഞ്ഞളാണെങ്കിൽ ഒരു പീസ്, ഇതെല്ലാം കൂടി ഒരു കറ്റാർവാഴയുടെ പീസും എടുത്തിട്ട്, ലീഫില്ലേ അതിൻ്റെ ഒരു പീസ് എടുത്തിട്ട് മിക്സിയിട്ട് നന്നായിട്ട് അരക്കുക. കഞ്ഞിവെള്ളമൊന്നും വേണ്ട, സാദാ വെള്ളം ഫിൽറ്റർ ചെയ്തിട്ട് നന്നായിട്ട് ഡയലൂട്ട് ചെയ്തിട്ട് ഇതുങ്ങളുടെ ഫുള്ള് പ്ലാന്റിന് അതിനകത്തൊക്കെ രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ. അങ്ങനെ 2 ദിവസം ചെയ്യണം. പിറ്റേ ദിവസവും അത് തന്നെ ചെയ്യണം. എന്നിട്ട് വേണം അതുങ്ങളെ പരിചരിച്ച് വളങ്ങൾ എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ. ചാണകവെള്ളമോ നമ്മുടെ ഫെർട്ടിലൈസർ ഉണ്ടല്ലോ ലിക്വിഡായിട്ടുള്ളത്, അതൊക്കെ കൊടുക്കാൻ അങ്ങനെ കേട്ടോ. എന്നിട്ട് ഒരു 4 ദിവസം കഴിയുമ്പോൾ നീം ഓയിൽ സ്പ്രേ ചെയ്യണം. അപ്പോൾ ഓക്കെ ആയി. അല്ലാതെ നമ്മൾ ഓടി വന്നിട്ട് കുറേ ചാണകവെള്ളം കോരിയൊഴിച്ച്, കുറേ വളങ്ങൾ കോരിയൊഴിച്ച്, കുറേ വെള്ളം കൊണ്ട് ഒഴിച്ച് അതൊന്നും വേണ്ട. 2-3 ദിവസം നമ്മൾ ഓഫായപ്പോൾ നമ്മുടെ ചെടികൾക്ക് എന്തൊക്കെയാണ് സംഭവിച്ചേക്കണം നമ്മൾ അറിഞ്ഞിട്ടില്ലല്ലോ. ചിലപ്പോൾ ഒരു കുഴപ്പം ഉണ്ടാവില്ല, ചിലപ്പോൾ ലീഫുകൾ ചീത്തയായിട്ടുണ്ടാവും, ബ്ലാക്ക് സ്പോട്ട് വന്നിട്ടുണ്ടാവും, എല്ലാം ഡൈബാക്ക് ആരംഭിക്കുന്നുണ്ടാവും, ഇതെല്ലാം ഉണ്ടാവും. അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്തിട്ട് വേണം അതുങ്ങളെ പരിചരണം കൊഞ്ചിക്കലും തുടങ്ങാൻ കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ഓർക്കിഡിൻ്റെ വിശേഷങ്ങളുമായിട്ട് വരാം കേട്ടോ. എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമ്മുടെ ഈ കുഞ്ഞു ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദി. പുതിയ കൂട്ടുകാരാരെങ്കിലും വീഡിയോ കണ്ട് ഇഷ്ടമായ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ തന്നെ ഉണ്ടാവണേ കൂട്ടുകാരെ. വേറൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ഓക്കെ, ടാറ്റാ, ബൈ.